കിഴക്കേ ആഫ്രിക്കൻ രാജ്യമായ കെനിയയിലെ നിരീശ്വരവാദി സംഘടനയായ ഏത്തിസ്റ്റ് ഇൻ കെനിയയുടെ സെക്രട്ടറി സേത്ത് മഹിംഗ തൻ്റെ സ്ഥാനം രാജിവെച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു. യേശുവിനെ കണ്ടെത്തിയതാണ് നിരീശ്വരവാദം ഉപേക്ഷിച്ച് തൻ്റെ ശേഷിക്കുന്ന ജീവിതം യേശുവിനായി സമർപ്പിക്കുന്നതിൻ്റെ കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. യേശുവിനെ സ്വീകരിക്കുന്നതായി മഹിംഗ പ്രഖ്യാപിക്കുന്ന വീഡിയോ ഇക്കഴിഞ്ഞ ദിനങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. പാസ്റ്ററിൻ്റെയും നിരവധി വിശ്വാസികളുടെയും സാന്നിധ്യത്തിൽ ദേവാലയത്തിനുള്ളിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. പുതുവർഷത്തിലെ ആദ്യ രണ്ടാഴ്ചക്കിടെ നൈജീരിയയിൽ കൊല്ലപ്പെട്ടത് 25 പേർ. സെപ്റ്റംബർ മുതൽ തീവ്രവാദികൾ ക്രൈസ്തവരെ കൊലപ്പെടുത്തുന്നത് വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് നൈജീരിയയിലെ കഡുന സംസ്ഥാന ഗവർണർ ക്രിസ്ത്യൻ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ 4 മാസത്തിനിടെ ഇസ്ലാമിക ഭീകരർ 100-ലധികം ക്രൈസ്തവരെ ഈ പ്രദേശത്ത് കൊന്നൊടുക്കിയതായി തെക്കൻ കഡുന സംസ്ഥാനത്തെ ക്രിസ്ത്യൻ കഗാർക്കോ കൗണ്ടിയിലെ ഡിനാറ്റ ചിഫ്ദഡിൻ്റെ ക്രിസ്ത്യൻ നേതാവ് ജെയിംസ് ബിഡസ് പറഞ്ഞു. ജനുവരിയിൽ മാത്രം 100-ലധികം ക്രൈസ്തവരെയാണ് തട്ടിക്കൊണ്ടുപോയത്. ആഗോള കത്തോലിക്ക സഭൈക്യവാര ആഘോഷത്തിൻ്റെ ഭാഗമായി റോമൻ കത്തോലിക്ക ആംഗ്ലിക്കൻ സഭകളിലെ ബിഷപ്പുമാർ ഐക്യത്തിനുള്ള സാധ്യതകൾ തേടി ഒരുമിച്ച് കൂടുന്നു. ഗ്രോയിങ് ടുഗദർ എന്ന ആപ്തവാക്യവുമായി വത്തിക്കാനിലും കാൻറ്റർബറിയിലും നടക്കുന്ന സമ്മേളനത്തിൽ 27 രാജ്യങ്ങളിൽ നിന്നുള്ള 50ഓളം ബിഷപ്പുമാരാണ് പങ്കെടുക്കുന്നത്. കത്തോലിക്ക ആംഗ്ലിക്കൻ ബിഷപ്പുമാർ ജോഡികളായി തിരിഞ്ഞ് നടക്കുന്ന സന്ദർശനങ്ങളിലും പ്രാർത്ഥനകളിലും ഒരുമിച്ച് മുന്നേറുന്നതിനുള്ള സാധ്യതകൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യും. ജനുവരി 25-ന് ഫ്രാൻസിസ് പാപ്പായും കാൻറ്റർബറി ആർച്ച് ബിഷപ്പും വിശുദ്ധ പൗലോസിൻ്റെ കബറിടം സന്ദർശിച്ച് ക്രിസ്ത്യൻ ഐക്യത്തിന് സാക്ഷികളാകാൻ ബിഷപ്പുമാരെ അയക്കും. റോമിലെ സെൻറ്റ് ബർത്തലോമിയോ ദേവാലയത്തിൽ കാൻറ്റർബറി ആർച്ച് ബിഷപ്പിൻ്റെ കാർമ്മികത്വത്തിൽ ദിവ്യകാരുണ്യ ആരാധന നടക്കും. ജനുവരി 28-ന് കാൻറ്റർബറി കത്തീഡ്രലിൽ ബിഷപ്പുമാർ കോറൽ ദിവ്യബലിയിൽ പങ്കെടുക്കും. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ശാര ബുധനാഴ്ചത്തെ തിരുക്കർമ്മങ്ങൾ വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയതായി ബിഷപ്പിൻ്റെ സർക്കുലർ. ഇന്തോനേഷ്യയിലെ ഭൂരിപക്ഷ കത്തോലിക്ക പ്രവിശ്യയായ ഫ്ലോറസ് ദ്വീപിലെ റുടെങ് രൂപതാ ബിഷപ്പ് സിപ്രിയാനസ് ഹോർമാറ്റ് ആണ് സവിശേഷമായ ഈ തീരുമാനം അറിയിച്ചിരിക്കുന്നത്. സ്വതന്ത്രമായും ഉത്തരവാദിത്വത്തോടെയും വോട്ട് ചെയ്യാനുള്ള അവകാശം വിനിയോഗിക്കുകയും പൊതുനന്മയ്ക്കായി പ്രതിജ്ഞാബദ്ധരായ നേതാക്കളെ തിരഞ്ഞെടുക്കുകയും ചെയ്യാൻ ബിഷപ്പ് വിശ്വാസികളെ ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. വിചാരണ ചെയ്യപ്പെടാതെയും കുറ്റം ചുമത്തപ്പെടുക പോലും ചെയ്യാതെയും വിശ്വാസത്തിൻ്റെ പേരിൽ തടവിലാക്കപ്പെട്ട 400-500 ക്രൈസ്തവരെങ്കിലും എറിത്രിയൻ ജയിലുകളിൽ കഴിയുന്നുണ്ടെന്ന് വെളിപ്പെടുത്തി ഇൻ്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ. ICS ആഫ്രിക്കന ഏകാധിപതിയുടെ കീഴിൽ എറിത്രിയയുടെ ജനങ്ങൾ അടിച്ചമർത്തപ്പെട്ട് കഴിയുകയാണ്. മതസ്വാതന്ത്ര്യത്തിന് പരസ്യവിലക്കുള്ള ഈ രാജ്യത്തെ ആഫ്രിക്കയിലെ ഉത്തര കൊറിയ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും ക്രൈസ്തവരും മുസ്ലിമുകളും വരുന്ന ഒരു രാജ്യമായിട്ടും ICS ആഫ്രിക്ക എന്ന ഏകാധിപതിയുടെ നേതൃത്വത്തിലുള്ള പീപ്പിൾസ് ഫ്രണ്ട് ഫോർ ഡെമോക്രസി ആൻഡ് ജസ്റ്റിസിൻ്റെ ഗവൺമെൻറ് മതപരമായ എല്ലാ അനുഷ്ഠാനങ്ങൾക്കും കർശനമായ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എറിത്രിയയിൽ അരങ്ങേറുന്ന കിരാതമായ ക്രൂരതകൾക്കെതിരെ ലോകമനസാക്ഷി ഉണരേണ്ടതുണ്ട്. ക്രൈസ്തവർ തടവിലാക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രമല്ല, ഏകാധിപത്യ അജണ്ടകളുള്ള ഈ ഏകാധിപതിയുടെ കീഴിൽ എല്ലാ പൗരന്മാരുടെയും ജീവിതം അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണെന്ന് ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേണിന്റെ ആഫ്രിക്കയിലെ ഡയറക്ടർ ആവശ്യപ്പെട്ടു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.